തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റെന്ന് ചോദിച്ചില്ലേ? നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ വാങ്ങി ഷാപ്പിട്ടിട്ട് ഏതോ വികാരത്തിന് വോട്ട് ചെയ്തെന്ന് നാടൻ ശൈലിയാശാൻ. ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു. ഏതാണ് ആ വികാരം? ജനങ്ങൾ പറ്റിക്കാന്ന് നോക്കിയപ്പോ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. ഈ പറഞ്ഞതാണ് ആ വികാരം. റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇതുപോലത്തെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടില്ല. അയ്യപ്പാ, ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിട്ട് വെച്ചത് തന്നെ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പെൻഷൻ കൂട്ടിയും കിറ്റ് കൊടുത്തും മാത്രം കിട്ടുന്നതല്ല വോട്ട് എന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ശബരിമല വിഷയമൊന്നും അല്ലെന്ന്. പക്ഷെ അത് ജനങ്ങൾക്കൊരു വിഷയമാണല്ലോ. ശബരിമല വിഷയത്തിൽ നമ്മളെന്നെ ചെയ്ത് ആശാൻ ഈ യൂണിവേഴ്സിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അയ്യപ്പന്റെ സ്വർണം പോയതൊന്നും അറിഞ്ഞിട്ടില്ല. അതോ ഇനി ആക്ടിംഗ് ആണോ? അവൻ മാങ്കൂട്ട വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നുമായില്ല. ഞാൻ പറഞ്ഞില്ലേ, ആശാൻ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാൻ സമയമായി. എന്തുകൊണ്ടാണ് ഇത്തരൊരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അതിത്ര സൂക്ഷ്മമായി പരിശോധിക്കാനൊന്നുമില്ല. ആദ്യം പറഞ്ഞ ഒന്നുകൂടി എടുത്ത് കേട്ടാ മതി. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്. തോറ്റതിനെ കുറിച്ച് 2 വാക്ക്. തോൽവി തന്നെ, അത് തോറ്റത് സിമ്പിൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നന്ദികെട്ട നാട്ടുകാരാണ് ആശാനെ. എല്ലാത്തിനും വിവരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഭരണം വിലയിരുത്തി വോട്ട് ചെയ്യുന്നത്. എന്നാലും എങ്ങനെ തോറ്റി? കേരള കോൺഗ്രസിനെ പറ്റി എന്തെങ്കിലും? അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഏതായാലും തോൽവിയാണ്. പക്ഷെ എന്തുകൊണ്ട്? ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അതാണല്ലോ ഞങ്ങളുടെ രീതി. തെരഞ്ഞെടുപ്പ് വന്ന് തോക്കുമ്പോൾ മാത്രം തിരുത്തുന്ന പരിപാടിയല്ലേ? നല്ലതാ. അല്ല പിന്നെ തോറ്റെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? മോങ്ങണ്ട, ഇങ്ങനെ വന്ന് മെഴുകാലോ. തോറ്റെന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഞങ്ങളുടെ ആശാന്റെ ഈ അഹങ്കാരം കാണുമ്പോഴാ ആ ഡാം അങ്ങ് തുറന്നു വിട്ടാലോ എന്ന് തോന്നിപ്പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്ങാനും തോൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നാടൻ ശൈലി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. ഇപ്പൊ സെമി ഫൈനലാ പോയേക്കുന്നേ. ഇനി ഫൈനൽ വരുമ്പോ ഗ്രൗണ്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായേക്കും കേട്ടോ. സെമി ഫൈനൽ എന്നൊക്കെ പറയാൻ യു ഡി എഫിന് പറയാം. തെരഞ്ഞെടുപ്പ് അവര് കൊണ്ടുപോയല്ലോ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്. പെൻഷൻ AKG സെന്ററിൽ നിന്നാണോ കൊടുക്കുന്നത്, നേതാക്കളുടെ വീട്ടിൽ നിന്നാണോ എന്നൊക്കെ നാട്ടുകാർ ചോദിച്ചാ നമ്മൾ എന്ത് പറയും ആശാനെ? എന്റെ പേര് ഇതുമായിട്ട് പറപ്പ് പൊളിയെന്ന് പറയും. പവർ തന്നെ. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതിവിടെ കിടക്കട്ടെ. അല്ല പിന്നെ എല്ലാം തിരുത്താൻ പോകുന്ന കൂട്ടത്തിൽ ഈ മുന്നേറ്റം കൂടി ഒന്ന് നോക്കിയേക്കണേ കേട്ടോ.